വന്നാ പിന്നെ തിരിച്ചു പോലും പറഞ്ഞൊരു പരിപാടിയില്ല. അപ്പൊ ഒന്നുകൂടി പേര് പറയാം. സാവരിയ. ഒരു പട്ടകം കൊടുക്കുന്ന ഒരു കൈയടി കൊടുക്കാം സാവരിയക്ക് വേണ്ടി. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. നിങ്ങളും കൂടി ഒന്ന് ഇങ്ങോട്ട് വരുമോ സ്റ്റേജിലേക്ക്? ഒന്ന് പേര് പറയാൻ. യെസ്, ചേട്ടനും കൂടി ഒന്ന് സ്റ്റേജിലേക്ക് വരാം. നല്ലൊരു കൈയടി കൊടുക്കാം. അപ്പോൾ ഇദ്ദേഹത്തെ ഞങ്ങൾ പരിചയപ്പെടുത്തേണ്ട ഒരു പേര് കൂടിയാണ്. എന്നാലും ഒന്ന് പേര് മൈക്കിലൂടെ പറഞ്ഞു. സത്യേട്ടൻ നല്ലൊരു കൈയടി കൊടുക്കുക. കാരണം കണ്ണൂരിൻ്റെ ഈ പരിസരത്ത് എവിടെ പരിപാടി ഉണ്ടെങ്കിലും സത്യേട്ടൻ ഷുവറായി അവിടെ വന്നിരിക്കും. നമ്മളെ പോലുള്ള എല്ലാ കലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കലാകാരനാണ്. ഒരാളുകൂടി വോൾഗ. ഓക്കെ, വോൾഗയാണിത്. അടുത്ത ആള് സാൽവിനി. ഓക്കെ, നല്ലൊരു കൈയടി കൊടുക്കുക ഇവർക്ക് എല്ലാവർക്കും. സത്യേട്ടൻ റെഡി അല്ലേ? അപ്പോൾ ഈ പാട്ട് നമ്മൾ ഇവർക്ക് വേണ്ടി കൂടി പാടുകയാണ്. അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് കൂടെ പാടണേ. പാട്ട് ഇതാണ്. കേൾക്കണോ, കുറച്ചും കൂടെ ഒച്ചത്തില്. കേൾക്കണോ അവൾ കൊഞ്ചി പറഞ്ഞ. ഓക്കെ, നമ്മൾ ആ പാട്ടൊന്ന് പാടാൻ വേണ്ടി പോണേ. എടാ റെഡി അല്ലേ? ഒന്ന് ഉഷാറായിട്ടൊന്ന് കൂടെ കൂടുക. അപ്പോൾ നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സത്യേട്ടൻ പോലെ ഇവിടെ. ഓക്കെ, അപ്പോൾ നല്ലൊരു കൈയടിയോട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വിപിന ഓൺ സ്റ്റേജ്. വിപിനയുടെ ഫസ്റ്റ് പെർഫോമൻസിലേക്ക് പ്രിയപ്പെട്ട പാട്ടുകാരിയെ വളരെയേറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ഇവിടെ ഉണ്ടാവണേ. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം, കുറേ ചിരിച്ച മുഖങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റിയതിൽ. അപ്പോൾ കുറേ ആൾക്കാർ ഇനിയും മസിൽ പിടുത്തൊന്നും വിട്ടിട്ടില്ല അല്ലേ അമ്മേ? ഒന്നുമില്ലേ, നമ്മൾ കണ്ണൂർക്കാരല്ലേ, എന്തെന്നാണ് ഇങ്ങനെ ഇരിക്കുന്നത്? എന്ത് ഇരുത്തായത് അല്ലേ? ഇത്താ തട്ടിട്ട് ഇത്താനോടെ പറയുന്നത് അല്ലേ? റെഡി അല്ലേ? കൈയടിച്ച് കൂടൂലേ? കളിച്ചില്ലേം കുഴപ്പമില്ല, ഉഷാറായിട്ട് കൈയടിച്ച് കൂടൂലേ? റെഡി? പോട്ടെ, കൈയടി വേണ്ട, ഒന്ന് ഉറക്കെ കൂവിയേ. എനർജി പോരാ, വരുമെന്ന പ്രതീക്ഷയിൽ പാട്ടിലേക്ക് കടക്കാണ്. ചെഹലോ മക്കൾ ഇവിടെ അടിപൊളിയല്ലേ? റെഡിയല്ലേ? തന്നെ നോക്ക്, റെഡിയല്ലേ? റെഡി. തുഞ്ചൻ പറമ്പിൽ നിന്നും. ഈ പാട്ട് അറിയല്ലോ അല്ലേ? ഇതിന്റെ ബാക്കി ഒന്ന് പാടി തരുവോ? എവിടെ? ഇതാ ചേട്ടൻ. പഞ്ചവർണ്ണ കിളി പറ. എനിക്ക് വേണ്ട, ഒരു കയ്യടി ഇവിടെ കൊടുക്കോ? ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ ചേച്ചിമാരെ, നോക്കി കണ്ടോ? ഒന്ന് കൈയടിച്ചു കൂടിയേ, അടിച്ചേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. ഒന്ന് കൈ പൊക്കോ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. തുഞ്ചൻ പറമ്പിൽ നിന്നും അടിപൊളി പഞ്ചവർണ്ണ കിളി. ഒന്നെണിച്ചേ. കേൾക്കണോ? കുഴപ്പമില്ല. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. സാവരോ ഒരു സ്റ്റെപ്പ്. ഞാനാ വിളിക്കണേ. ഒരു സ്റ്റെപ്പ്. നാളെ വന്നിട്ട് ഇരുന്നിട്ട് കളിക്കാട്ടോ. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലഴി മുഖം കണ്ടേ. ഒരു കൊച്ചിക്കാരൻ സാറിനെ കണ്ടേ. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലഴി മുഖം കണ്ടേ. ഒരു കൊച്ചിക്കാരൻ ചേച്ചിയെ കണ്ടേ. ഇതാ നല്ലൊരു കയ്യടി ചേച്ചിക്ക് കൊടുക്കാട്ടോ. നാണക്കെടാണേ. അടേ കണ്ടോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. ഒന്ന് താളം നിർത്തോ, ഒരു സെക്കൻഡ്.
എന്നോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടാ? എന്തൊരു ഇരിപ്പായി ഇതാ. ചേട്ടാ ഒന്ന് ഉഷാറായിട്ട് കൈയടിച്ചു കൂടിയേ, മടിയെല്ലാം ഒന്ന് വിട്ടേ. ഉറക്കെ കൈയടിച്ചാ ചേച്ചി 2 സ്റ്റെപ്പ് ഇവിടെ വെക്കും. ഉറക്കെ കൈയടിച്ച നമ്മൾ നാടൻ പാട്ടിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ. നമ്മൾ പാടുന്നവരോ കേൾക്കുന്നവരോ യാതൊരു വേർതിരിവില്ല. അടിച്ചു പൊളിച്ച് ഒന്ന് കുറച്ചു നേരം മുന്നോട്ട് പോയിക്കൂടെ? പോവാ. റെഡി? 1 2 1 2 3 4. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ. ഒരു സ്റ്റെപ്പ് മുത്ത് കണ്ട് ചിപ്പി കണ്ട് മുത്തോല കുടയും കണ്ടേ, ഒരു മുത്തു വിക്കണ ചേട്ടനെ കണ്ടേ. മുത്ത് കണ്ട് ചിപ്പി കണ്ട് മുത്തോല കുടയും കണ്ടേ, ഒരു മുത്തു. ഒന്ന് കൈയെടുത്തോ, ഒന്ന് കൈയടിച്ചു കൂടെ നോക്കിയത്. ചേച്ചിയെ കണ്ടേ, എന്തൊരു നാളാ. ആ പള്ളി കണ്ട് വളരി കണ്ട് ശബരിമലയും കണ്ടേ, അവിടെ ഇരിക്കണ ചേട്ടനെ കണ്ടേ. കേൾക്കണോ മക്കളെ എങ്ങനെ പോയോ? എനിക്ക് ഇവിടെ വാ, ഇവിടുന്ന് ഈ കുഞ്ഞുമക്കൾക്ക് ഒരു കയ്യടി കൊടുക്കോ? കുഞ്ഞുമക്കൾക്ക് കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലടി മുഖം കണ്ടേ, ഒരു കൊച്ചിക്കാരൻ ചേട്ടനെ കണ്ടേ. ആ കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലടി മുഖം കണ്ടേ. എന്തിനാ അവിടെ പോയിരുന്നേ? കൊച്ചിയുടെ കൈ പൊക്കിട്ടടിച്ചേ, കൈ പൊക്കിട്ടടിച്ചാൽ കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. താങ്ക് യു. അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ
പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞതാ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞതാ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞതാ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവസാനമായിട്ട് ഒരു കൈയ്യടി തരുമോ? താങ്ക് യു. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഇവർക്കും ഒരു നല്ലൊരു പടക്കം പൊട്ടുന്നൊരു കൈകടി കൊടുക്കാം. ഇനിയും ഒന്ന് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്തൊരു സ്റ്റേജിലേക്ക് വരാം. അതുപോലെ അവിടെയും കുറേ ആൾക്കാർ നമ്മുടെ കൂടെ കൂടി. അപ്പോൾ അടുത്തൊരു പാട്ട് പാടുന്നതിന് ഒരു കുഞ്ഞു ചോദ്യം കൂടിയാണ്. അതായത് നമുക്ക് ഈ ലോകത്ത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഈ ലോകത്തുള്ള സകല മനുഷ്യർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ആ, ഫുഡ്. നല്ലൊരു കൈകടി കൊടുക്കാം കേട്ടോ. ഫുഡ് വളരെ ശരി ഉത്തരം. ഓക്കെ, ഉറക്കം, ഫുഡ്, ഉറക്കം. പിന്നെ പിന്നെ ട്രാവലിംഗ്, യാത്ര ചെയ്യുക. പിന്നെ എൻജോയ്മെന്റ് അല്ലേ, എങ്ങനെയൊക്കെയുള്ള സന്തോഷങ്ങൾ. പിന്നെ പാട്ട്, സംഗീതം. ഓക്കെ, ഞാനൊരു ഉത്തരം അങ്ങോട്ട് പറയാം. ശരിയാണെങ്കിൽ ഒന്ന് കൈയടിക്കണം. എൻ്റെ വളരെ പേഴ്സണൽ ഉത്തരമാണ്. ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഒന്ന് കൈയടിച്ച. ഉത്തരം പ്രണയം എന്നാണ്. പ്രണയം ഉണ്ടോ? ഓക്കെ, കുറച്ച് ആൾക്കാരുണ്ട് ഇതിൽ. പ്രണയിക്കുന്നവരും പ്രണയം ഇഷ്ടമുള്ളവരും മാത്രം ഒന്ന് കൈയടിച്ച് നോക്കട്ടെ. പ്രണയിക്കുന്നവരും പ്രണയം ഇഷ്ടമുള്ളവരും മാത്രം നോക്കട്ടെ. ഓക്കെ, കുറച്ച് ആൾക്കാരുണ്ട്. ഇനി എനിക്ക് പ്രണയം ഇഷ്ടമല്ല, കണ്ണെടുത്താൽ കണ്ടുകൂടാ പ്രണയം എന്ന് പറയുന്നത് കൈയടിച്ച. എനിക്ക് ഈ സാധനം ഇഷ്ടമല്ല എന്ന് പറയുന്നത് കൈയടിച്ച്. അതാ ഇടിയെല്ലാം ഭയങ്കര കൈയടി കേട്ടാ. ഓക്കെ, ശരി. ഇതിൽ പ്രേമിച്ച് കല്യാണം കഴിച്ച ആൾക്കാരൊന്ന് കൈ പൊന്തിക്കോ നോക്കട്ടെ. എത്ര പേരുണ്ട് നോക്കട്ടെ. കുറേ ആൾ ഇവിടെ മുമ്പിലിരുന്ന് കുറ്റസമ്മതം നടത്തുന്നുണ്ട്. ഓക്കെ, ശരി. പുറകിലുണ്ട് ആരെങ്കിലും പ്രേമിച്ച് കല്യാണം കഴിച്ച ആൾക്കാരുണ്ടോ? ഓക്കെ, കുറേ ആൾക്കാരുണ്ട്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം വരാൻ വേണ്ടി പോകുന്നത്. ജസ്റ്റ് ഒരു സന്തോഷത്തിന് വേണ്ടി ചോദിക്കുന്നതാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പ്രണയം അങ്ങനെ ഉണ്ടോയെന്നറിയില്ല. ഒരിക്കലെങ്കിലും ഒരു പ്രണയബന്ധമൊക്കെ തകർന്നു പോയ ആൾക്കാരുടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ അടിച്ചാൽ മതി. ഓക്കെ, വളരെ സന്തോഷം. ഓക്കെ, അങ്ങനെ പറയുന്നല്ലോ, ഒരു വെറുതെ പറഞ്ഞതാ. ഓക്കെ, ശരി. അപ്പോൾ നമ്മളൊരു പ്രണയഗാനം എന്നൊന്നല്ല, നമുക്ക് അങ്ങനെയൊക്കെ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു പാട്ട് കൂടിയാണ്. ഒരു മറവത്തൂർ കനവ് എന്ന സിനിമയിലൂടെ നമ്മളെല്ലാവരും കേട്ട് ദാറ്റ് സോങ് ഹിയർ. അപ്പോൾ ഈ പാട്ട് ഇവിടെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന, ഇനി പ്രണയിക്കാൻ വേണ്ടി പോകുന്ന, അതിലൊക്കെ ഉപരി പ്രണയം പരാജയപ്പെട്ടു പോയ എല്ലാവർക്കും വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പാട്ടിൽ ആസ്വദിക്കാം അതിമനോഹരമായിട്ട്. ദാറ്റ് സോങ് ഹിയർ. പ്രിയപ്പെട്ട പാട്ടുകാരെ വളരെയേറെ സ്നേഹത്തോടെ താങ്ക് യു. உனகிடவோ ஏற்றி வச்சோம் குத்து விளக்கு சந்திரன் நமக்கு தெய்வமடி அதை கும்பிட்டு கும்மியடி தெருவுக்கும் பாட்டும் போட்டு தென்காசி தாண்டும் விட்டு தெருவுக்கும் பாட்டும் போட்டு வாங்கு தேனே மண்ணில் வா என்பாண்டி கோல மயில் வா எம்மாங்கு தேனே மண்ணில் வா என்பாண்டி கோல மயில் வா சுந்தரியே சுந்தரியே செந்தமிழில் பெண் கொடியே വെള്ളിത്തിടമ്പെടുക്കും തിങ്കൾ കുറുമ്പനാന മുമ്പിൽ എഴുന്നള്ളിടും നേരം ഉത്സവമാ ഉൾമകൾ മത്സരമാ
തെമ്മാങ്ക് തേനെ മുന്നിൽ വാ നീ വാ തെമ്പാണ്ടി കോലമയിൽ വാ തെമ്മാങ്ക് തേനെ മുന്നിൽ വാ നീ വാ തെന്മാണ്ടി കോലമയിൽ വാ സുന്ദരിയേ സുന്ദരിയേ செந்தமிழில் பெண் கொடியே തെന്നൽ പതുങ്ങി വന്നു നെഞ്ചിൽ ഉരുമ്മി നിന്നു കാതിൽ കഥ പറയും കാലം കണ്ണിൽ വിളക്കും പച്ച കണ്ണിൽ കിനാവും കണ്ട മോഹം വിരിഞ്ഞൊരുങ്ങും പ്രായം മണമകളെ മണിക്കുയിലേ മാമയിലായി നീയാട് മണമകളെ മണിക്കുയിലേ മാമയിലായി നീയാട് കളിയാടി പാടി ഇമ്പം തരുവാൻ കല്യാണ തിരുനാളിൽ കാലം വരുവാൻ തെമ്മാങ്ക് തേനെ മുന്നിൽ വാ വാ തെമ്പാണ്ടി കോലമയിൽ വാ തെമ്മാങ്ക് തേനെ മുന്നിൽ വാ വാ തെന്മാണ്ടി കോലമയിൽ വാ സുന്ദരിയേ സുന്ദരിയേ செந்தமிழில் பெண் கொடியே மஞ்சள் மணம் பூசி வரும் மார்கழிதல் பைங்கிலியே தெங்காசி சாந்தும் இட்டு தெருகுத்தும் பாட்டும் போட்டு தெங்காசி சாந்தும் இட்டு தெருகுத்தும் பாட்டும் போட்டு தெம்மாங்கு தேனை முன்னில் வா நீ வா தென்பாண்டி கோலமயில் வா தெம்மாங்கு